കഴുതയെ വാങ്ങി. അങ്ങനെ അയാളും മകനും ഒരുമിച്ച് കഴുതപ്പുറത്ത് യാത്ര ചെയ്യാൻ തുടങ്ങി. അത് കണ്ട് ജനങ്ങൾ പറഞ്ഞു, ഓ, അയാൾ കഴുതയെ കഷ്ടപ്പെടുത്തുന്നത് കണ്ടില്ലേ? അത് കണ്ട് ജൂഹ കഴുതപ്പുറത്ത് നിന്നിറങ്ങി. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, കണ്ടില്ലേ, പിതാവിനോട് യാതൊരു ഗുരുത്വവുമില്ലാതെ മകൻ മാത്രം കഴുതപ്പുറത്തേറി പിതാവിനെ നടത്തിക്കുന്നത്. അത് കേട്ട് ജൂഹ തന്റെ മകനെ കഴുതപ്പുറത്ത് നിന്നിറക്കി. ജൂഹ മാത്രം കഴുതപ്പുറത്ത് യാത്ര ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ജനങ്ങൾ പറഞ്ഞു, ഓ, എത്ര ക്രൂരനായ പിതാവാണ് അദ്ദേഹം. അവസാനം ആളുകളുടെ സംസാരത്തിൽ നിന്നും രക്ഷപ്പെടാൻ ജൂഹ കഴുതയെ തന്റെ ചുമലിലേറ്റി നടത്താൻ തുടങ്ങി. ആളുകളുടെ തൃപ്തി നേടാനാണ് അത് ചെയ്തത്. എന്നാൽ കഴുതയാവാൻ വേണ്ടി ജൂഹ കഴുതയെ വാങ്ങിയിരിക്കുന്നു എന്നായി മാറി ജനങ്ങളുടെ അപ്പോഴത്തെ സംസാരം. ഗുണപാഠം: ദൈവത്തിന്റെ തൃപ്തി മാത്രം നോക്കി നീ കർമ്മങ്ങൾ ചെയ്യുക. ജനങ്ങളുടെ തൃപ്തി നീ നോക്കേണ്ടതില്ല.